ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പാരൻസിൻ്റെ ഇടയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തണോ അതല്ല പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തണോ, ഏതിൽ ചേർത്തിയാലാണ് എൻ്റെ കുട്ടികൾ മിടുക്കരായി ജീവിതത്തിൽ ഉഷാറാവുക എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ ഒരു പാരൻ്റ് എന്ന രീതിയിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിയാദിൽ നിന്ന് ഫാമിലിയെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ചെയ്ത ഒരു ടോപ്പിക്കാണിത്. അതായത് ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ഇവിടെ അപ്പെക്സ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു, വേറെ ജ്യേഷ്ഠൻ്റെ മക്കൾ കോഴിക്കോട് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളെ എവിടെ ചേർത്തണം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എൻ്റെ വെരി പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനാണ്. എൻ്റെ ഡിസിഷൻസിനെ ഞാൻ ഇവിടെ ഒരു ലോജിക്കലി പ്രൂവ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചേർത്തുന്നതെങ്കിൽ അതിന് കുറേ കൺവീനിയൻസ് ഉണ്ട്. ഒന്ന്, ഈ കുട്ടിയെ രാവിലെ തന്നെ വന്നിട്ട് ബസ് വീടിൻ്റെ മുമ്പിൽ നിന്ന് വന്ന് എടുക്കും. കുട്ടിക്ക് ജസ്റ്റ് വളരെ സേഫായിട്ട് ബസ്സിലേക്ക് അങ്ങ് കയറിയാൽ മതി. നേരെ ബസ് അവിടെ കൊണ്ടുപോയി ഇറങ്ങും. ഒരു അടിപൊളി ക്യാമ്പസാണ്, 2 ക്യാമ്പസും അടിപൊളി ക്യാമ്പസാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ ടേബിള്, ചെയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആണ്. കമ്പ്യൂട്ടർ ലാബ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ അവർക്ക് യൂണിഫോം ഭയങ്കര ഫാൻസി യൂണിഫോമാണ്. അതുപോലെ അവിടെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും. കാരണം എന്താണ് പറയുക, കുറച്ച് കളിക്കാനും സ്പോർട്സും ഹോഴ്സ് റൈഡിങ്ങും അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നല്ല ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഒരു എന്താണ് പറയുക, അവർ പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പഠനത്തിൽ ഇൻ ദ സെൻസ് കംപ്ലീറ്റ്ലി ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചതേമാതിരി തന്നെ ബസ് കയറുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഒരു ഓൾ സെറ്റാണ്. പാരൻസിനെ സംബന്ധിച്ചുള്ള ഒരു ഹെഡ് ഏക്കും ഇല്ലാത്ത ഓൾ സെറ്റ് സ്കൂളിംഗ് സിസ്റ്റമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ പോകുന്ന കുട്ടി അവന് പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും ലൈഫിൽ ഒന്നും അവിടെ നേരിടാനില്ല. എല്ലാം സെറ്റാണ്, സ്മൂത്താണ്, എല്ലാം സ്മൂത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ഡിഫറെൻറ്റ് തിങ്കിങ്, എൻ്റെ കുട്ടികളെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്താതെ ഞാൻ ഇവിടെ നാടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ഒരു സ്കൂൾ 2 കിലോമീറ്റർ അങ്ങോട്ടും ഒരു സ്കൂൾ 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും, അങ്ങനെ 2 സ്കൂളുകളിലായിട്ട് LP UP കുട്ടികളെ ചേർത്തി. അപ്പോൾ അതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഉദാഹരണം, രാവിലെ തന്നെ ഫാത്തിമയും ഹിഷാമും ഒരു മദ്രസയിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേറെ സുഖം കൂടി ഉണ്ട്. ആ കുട്ടികൾക്ക് രാവിലെ എണീച്ചിട്ട് മദ്രസയിൽ പോകണ്ട. അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ മദ്രസയുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് പോകണ്ട. നേരെ മറിച്ച് ഫാത്തിമക്കും ഹിഷാമിനും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് 2 കിലോമീറ്റർ മദ്രസയിലേക്ക് നടക്കണം. അപ്പം അവനോട് പറയും വണ്ടിമേൽ ആക്കി തരുമെന്ന് വെക്കും. ഞാൻ ആക്കി കൊടുക്കില്ല. ആക്കി കൊടുക്കാതിരിക്കാനുള്ള കാരണം, അവർ ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കട്ടെ രാവിലെ തന്നെ. അതിലൊരു പ്രതിസന്ധി ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം പട്ടി ഉണ്ടാവും, ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരതൊക്കെ മാനേജ് ചെയ്തിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നു പോകുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഈ മദ്രസയിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമല്ല. മദ്രസ കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് 2 കിലോമീറ്റർ നടക്കുന്നു. ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ സ്കൂളിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലേക്ക്. അപ്പോൾ ആ നടന്നു പോകുക എന്നുള്ള ബസ്സിലല്ല പോകുന്നത്. പിന്നെ ഹാഷിം പോകുന്നത് ഓറിയൻ്റ് സ്കൂളിലേക്കാണ്. പക്ഷേ അവൻ ഇവിടുന്ന് നാടൻ, അതായത് അവനെയും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാത്ത സമയത്ത് നീ കാറിൽ ഡ്രോപ്പ് ചെയ്യരുത്, അവർ ബസ്സിൽ കയറിപ്പോട്ടെ. അപ്പോൾ സാധാരണ ബസ്സിൽ കയറി, ലൈൻ ബസ്സിൽ കയറി എന്താണ് പറയുക, വലിഞ്ഞ് തൂങ്ങിപ്പോകില്ല, നമ്മളെ വയ പരിപാടി ഭയങ്കര രസമാണ്. അതിൽ കയറിയാണ് ഹാഷിമ് പോകുന്നത്. അപ്പോൾ അവനൊരു പ്രതിസന്ധി അവിടെ നേരിടുന്നത്. അപ്പോൾ ആ പ്രതിസന്ധി പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു തീം ഇവിടെ. അത് കഴിഞ്ഞ് അവർ സ്കൂളിലെത്തിയുള്ള സുഖം, എല്ലാ ടൈപ്പ് ആളുകളും ആ സ്കൂളിലുണ്ട്. വീടില്ലാത്തവരുണ്ട്, വളരെ കൂലിപ്പണിക്കാരായ ആളുകളുണ്ട്, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ മതസ്ഥരുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റി. അതിൽ വളരുമ്പോൾ കുട്ടിക്ക് ഒരു എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനുള്ള ഒരു പ്രത്യേക മൈൻഡ് സെറ്റ്, അവിടെ ഒരു കോസ്മോപൊളിറ്റൻ മൈൻഡ് സെറ്റ് വളരുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ തന്നെ സ്കൂളിലാകുമ്പോൾ, നാടൻ സ്കൂളിലാകുമ്പം അവിടെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൻ്റെ അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചറോ, ചില സ്കൂളുകളൊക്കെ ഉണ്ട്, അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചറോ അത്ര നല്ല ആ ഒരു പോഷണസ് കുറവായിരിക്കുമെങ്കിലും കുട്ടികൾ ജീവിതം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, അവർക്ക് ഈ 10 മണിക്ക് എന്താണ് പറയുക, മുട്ട, പാല്, ഉച്ചക്ക് ആ ഒരു ചോറ് കിട്ടൽ, ഒക്കെ ഒരു മിനിമലിസ്റ്റ് സാധനങ്ങളാണല്ലോ കിട്ടുന്നത്. പക്ഷേ അതിലൊക്കെ ഒരു ഭയങ്കര ത്രില്ലുണ്ട്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ആ ചോറും ആ ചെറുപയറും ആണല്ലോ. അത് കിട്ടുന്നു. ഇപ്പോൾ ചെറുപയർ നല്ലട്ടെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറാന്ന് തോന്നുന്നു സ്കൂളിലെ ഭക്ഷണങ്ങളൊക്കെ. അപ്പം ഫാത്തിമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ആൻഡ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ഈ ആൻഡ്രിയ, അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നു, അമ്മ ഡാൻസ് പഠിപ്പിക്കുന്നു, വാടക വീട്ടിൽ താമസിക്കുന്നു, ഒരു
നിഷ്കളങ്കരായ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ. അപ്പോൾ ഫാത്തിമയ്ക്ക് എപ്പോഴും ആൻഡ്രിയക്ക് അത് കൊടുക്കണം, ആൻഡ്രിയക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണം, അവൾക്ക് ക്രിസ്മസിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു സാമൂഹ്യ ബോധം കുട്ടികളിൽ വളരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷാം പെരുന്നാൾ സമയത്തൊക്കെ അവൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദിൻ്റെ വീട്ടിൽ പോയി ഞാൻ അവർക്ക് പറഞ്ഞിരുന്നത്. അപ്പം അവനോട് ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ഇഷാം ഡ്രസ്സ് എടുക്കാൻ പോയപ്പം 2 ഡ്രസ്സ് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിൽ ഏതാടാ വേണ്ടിയെന്ന് ചോദിച്ചിരുന്നു ഞാൻ. അപ്പോൾ ഇഷാം പറഞ്ഞ് എനിക്ക് 2 വേണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു 1 എടുക്കാൻ പറ്റില്ല, 2 വേണമെന്നാണ് വാശി പിടിച്ച് അവൻ 2 എടുത്ത് പോന്നതാണ്. അപ്പം ഞാൻ ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഈ കുറച്ച് കുടുംബങ്ങളിലേക്ക് ഇവിടെ എന്താണ് പറയുക, ഭക്ഷണം, ഇറച്ചി, അതുപോലെ പെരുന്നാൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ഇഷാമിൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. അവരെ ഉപ്പ മരിച്ചു പോയതാണ്. 2 കുട്ടികളുണ്ട്, അതിലൊരാൾ ഇഷാമിൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഇഷാമ അവനോട് ചോദിച്ച്, പിന്നെ എടാ എനിക്ക് 2 കുപ്പായത്തിന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് ഡ്രസ്സ് എടുത്തു എന്നൊക്കെ ചോദിച്ചു. മുഹമ്മദ് പറഞ്ഞില്ല ഡ്രസ്സ് എടുത്തിട്ടില്ല, എന്താ എനിക്ക് ഡ്രസ്സ് എടുക്കാത്ത ചോദിച്ചു. എനിക്ക് ഇപ്പച്ചില്ലല്ലോ ഡ്രസ്സ് എടുക്കാൻ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷാമിന് ഭയങ്കര സങ്കടമായി. ഇഷാമിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം എന്നോട് ചൂടാകുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല മോന് പറയുന്നതാണ്. അതായത് എനിക്ക് 2 ഡ്രസ്സ് എടുത്തണല്ലോ, അതിലൊരു ഡ്രസ്സ് ഞാൻ മുഹമ്മദിന് കൊടുക്കട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് 2 എടുത്താൽ എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പെരുന്നാളിൻ്റെ അന്ന് എന്താണ് പറയുക പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടല്ലേ പള്ളിക്ക് പോവുള്ളൂ, മുഹമ്മദിന് ഒറ്റ ഡ്രസ്സുള്ളല്ലോ, അതൊന്നും കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓടി വീട്ടിലേക്ക് തന്നെ വന്ന് അവൻ്റെ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവന് മുഹമ്മദിന് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കുറേ എന്താണ് പറയുക, സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് വളർന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൂടെ തന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത്, ഒരു ദിവസം ഇഷാമിൻ്റെ ടീച്ചറെ വിളിച്ച്, ഇഷാമിൻ്റെ ഉപ്പയാണെന്ന് ഇഷാന്ന് പറഞ്ഞത്. അപ്പം പറഞ്ഞ് ഇഷാം ഒരു കുട്ടീനെ ഇങ്ങനെ കഴുത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സോറി സർ, എന്തെങ്കിലും പറ്റിയോ കുട്ടിക്ക്? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റില്ല, ഒന്നും പറ്റിയിട്ടില്ല, അവർ അടി കൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതായതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ക്ലാസ്സിലെ എല്ലാ കുട്ടികളായിട്ടും ഇഷാം അടി കൂടിയോ, അല്ല ഈ ഒരു കുട്ടിയായിട്ട് മാത്രമാണോ പർട്ടിക്കുലർലി അടി കൂടിയെന്ന് വെച്ചു. അപ്പം ടീച്ചർ പറഞ്ഞു അത് ആ കുട്ടിയായിട്ട് മാത്രമാണ്, അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു അത് അവനെന്തോ എന്താണ് പറയുക തന്തക്ക് വിളിച്ചു എന്നാണ്, ആ കുട്ടി എൻ്റെ വാപ്പാന്നോ അങ്ങനെ എന്തോ ഒന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ ഇഷാം അവനെ അടിച്ചതാണ് സംഭവം. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു അപ്പം ചെക്കൻ ഉഷാറാണില്ലേ എന്ന് പറഞ്ഞു. അതായത് ഒരാൾ വാപ്പൊക്കെ വിളിക്കുമ്പം എന്താണ് പറയുക, സാധാരണ ഒരു കുട്ടീൻ്റെ നമ്മൾ സ്കൂളിൽ നിന്ന് അടി കിട്ടിയാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചു വന്നിട്ട് ഉമ്മ ആ കുട്ടീനെ അടിച്ചു, അവനെന്നെ നോക്കി, അവനെന്നെ അങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അമ്മയോടൊന്ന് പരാതി പറയാനുള്ള ചെയ്യുക. ഇതവനെ അവിടെ തന്നെ തീർത്തിട്ടാണ് വന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവർ ജീവിതം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതിൽ അടി കൊണ്ടും അടി കൊടുത്തും ആ ഗ്രൗണ്ടിൽ കളിച്ചും നടന്നും. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത മറ്റൊരു സംഭവം ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പക്ഷേ നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും, പക്ഷേ ഈ സാധാരണഗതിയിൽ ഒരു ടീച്ചർ എന്താണ് പറയുക PSC ഒക്കെ കിട്ടി അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടി എന്താണ് പറയുക സെറ്റും നെറ്റും ഒക്കെ കിട്ടി പോകുമ്പം അങ്ങനെയുള്ള സ്കൂളുകളിലേക്കാണല്ലോ പോവുക. അപ്പോൾ കുറച്ചുകൂടി അവരൊരു എന്താണ് പറയുക ഒരു കുട്ടികളുമായിട്ട് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് കൊണ്ടായിരിക്കും, ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു മാനുഷിക അറ്റാച്ച്മെൻറ്റ് കുട്ടികളിൽ, എസ്പെഷ്യലി ഈ ഒരു ഇഷാമ് പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിന് എനിക്ക് കാണാനുണ്ടായി. അതൊരു മാനുഷിക അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിലൊരു സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, മോട്ടിവേഷനുണ്ട്, പ്രണയമുണ്ട്, ഒരു അമ്മയുടെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ അവിടെ മിസ്സിങ് കുറേ സാധനങ്ങളുണ്ട്, അതും നമ്മൾ നോട്ട് ചെയ്യണം. ഈ ഒരു എന്താണ് പറയുക നാടൻ സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് സ്കില്ല്, ഒരു പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് മിസ്സിങ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കുറേയൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ അത്തരം സ്കില്ലിന് വേണ്ടി വേറെ ചേർത്തണം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹാഷിമിനെയും ഇഷാമിനെയും ഒക്കെ വേറെ ചേർത്തിട്ടുണ്ട്, അത് അവരവിടുന്ന് പഠിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു മിസ്സിങ് പാട്ടാണ്. പിന്നീട് അവർ മിസ്സിങ് കണ്ട എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുറേ സാധനങ്ങൾ, അതായത് പൈസ ചിലവുള്ള കുറേ സാധനങ്ങൾ മിസ്സിങ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹോഴ്സ് റൈഡിങ് മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഹോഴ്സ് റൈഡിങ് പ്രശ്നമല്ല, നമ്മളൊരു വർഷത്തിന് എനിക്ക് തോന്നുന്നു ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കാൻ ഒരു 15,000 രൂപ ഒക്കെ ചിലവായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലബ്ബിൽ പോയിട്ട് കുട്ടികളെ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കാം. കുട്ടികൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ അത് വേറെ ചേർത്തിയാൽ മതി. അപ്പോൾ ആ ഒരു സ്കില്ല് അവിടെ ഇല്ല, പക്ഷെ പുറത്ത് ചേർത്തുന്നു. പിന്നെ കരാട്ടെ, ഒരു പക്ഷേ നാടൻ സ്കൂളിൽ കരാട്ടെ ക്ലബ്ബുകൾ കുറവായിരിക്കാം, അപ്പോൾ അതിന് ചില ഉള്ള സ്കൂളുകളും ഉണ്ടാവാം. അപ്പോൾ കരാട്ടെ കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡിങ്ങിനും ആ ഒരു സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ആവാനും നല്ലതാണ്. അത് വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ ഒരു കരാട്ടെ ക്ലബ്ബ് ഉണ്ട്, അതിൽ കൊണ്ടുപോയി കുട്ടികളെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവർ അവിടുന്ന് അത് പഠിക്കുന്നുണ്ട്. പിന്നെ NCC അതൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പിന്നെ വളണ്ടിയറിങ് സർവീസസ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ നാടൻ സ്കൂളിൽ സോഷ്യലായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് തെരുവ് ക്ലീൻ ചെയ്യുക, ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുക, കൃഷികൾ ചെയ്യുക,
പാവപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുക, അങ്ങനെ കുറേ സാമൂഹികമായിട്ടുള്ള ഗവൺമെൻറ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ ഇവർ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. കുറേ പുഴയിലും കുറേ മണ്ണിലും കുറേ എന്താണ് പറയുക കാട്ടിലും. ഫ്രണ്ട്സൊക്കെ തന്നെ വളരെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർ സ്കൂൾ വിട്ട് വന്നാലും പുറത്ത് പോകുന്നു, എന്താണ് പറയുക ഫുട്ബോൾ കളിക്കുന്നു, പുഴയിൽ പോയി ചാടാൻ പോകുന്നു. അങ്ങനെ ലൈഫിൻ്റെ വാട്ട് ഈസ് ലൈഫ് എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ എലമെൻസും കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ കുട്ടികളെ നാടൻ സ്കൂളിൽ ചേർത്തിട്ട്. എല്ലാവരും ചോദിക്കേണ്ടത് എന്താണ് നിങ്ങൾ കുട്ടികളെ നാടൻ സ്കൂളിൽ ചേർത്താൻ കാരണം എന്നല്ല. അപ്പോൾ അതിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള കുറേ സാധനങ്ങൾ മിസ്സിങ് ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചറിൽ അപ്പോൾ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മിനിമൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇരുന്ന് പഠിക്കട്ടെ. അപ്പം അങ്ങനെയാണല്ലോ ജീവിതം പഠിക്കാം. പിന്നെ സ്കില്ലുകളല്ലേ, ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിങ്, കമ്പ്യൂട്ടർ, ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ നീന്തൽ പിന്നെ പുഴയുള്ളതുകൊണ്ട് അവരവിടെ ഇപ്പോൾ ചാടിക്കളിച്ചോളും. അതുപോലെ തന്നെ ഈ കരാട്ടെ, അങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ വേറെ, പിന്നെ അബാക്കസ്, അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട്. അതിനൊക്കെ വേറെ ചേർത്തുന്നു. ബാക്കി മറ്റെവിടെയും കിട്ടാത്ത ആ ഒരു സോഷ്യൽ ലൈഫ് എല്ലാവരുടെയും കൂടെ, പാവപ്പെട്ടവനും ഉള്ളവനും ഇല്ലാത്തവനും കൂലിപ്പണിക്ക് പോകുന്നവനും പണക്കാരനും എല്ലാ മതസ്ഥരും. ഇപ്പോൾ പൊതുവെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പൊതുവെ ഒരു സ്വഭാവം ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു മതസ്ഥാപനം നടത്തുന്ന അല്ലെങ്കിൽ മത കമ്മിറ്റി നടത്തുന്ന സ്കൂളുകളാവുകയാണെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ട് ഞാൻ കാണുന്നത്, ഇവർ ജീവിതത്തിൽ എന്നും കണ്ടു വളരുന്ന ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതേ മതത്തിലുള്ള അല്ലെങ്കിൽ അതേ സൊസൈറ്റിയിലുള്ള കുട്ടികൾ മാത്രമായിരിക്കും. പക്ഷേ നമ്മളെ ആക്ച്വൽ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ, എല്ലാവരും ഉള്ളൊരു സൊസൈറ്റി ആണല്ലോ. അപ്പോൾ ഒരു കോസ്മോപൊളിറ്റൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാവരെയും അഡോപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പെർട്ടിക്കുലർലി ഒരു വിഭാഗത്തിൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനുള്ള ഒരു കഴിവ് ഒരു പക്ഷേ ഇച്ചിരി മിസ്സിംഗ് ആയിട്ട് നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കതില്ല. എല്ലാ വിഭാഗങ്ങളും ഉള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ സമൂഹത്തിലുള്ള എല്ലാവരെയും ജാതി, മത, സാമൂഹിക, സാമ്പത്തിക, ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ലാതെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനുള്ള ഒരു ഗ്രോത്ത് അവർക്ക് കൂടെ കൊടുക്കുന്നു. പിന്നെ നമ്മളൊരു പ്രവാസവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രവാസത്തിൽ അവരൊരു ബ്രോയിലർ ചിക്ക് സിൻഡ്രോം ആണല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം സെറ്റ് കുട്ടികളാണ്. നേരെ വീടിൻ്റെ മുമ്പിൽ ബസ് വരുന്നു, പോകുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത പ്രവാസത്തിലെ ബ്രോയിലർ ചിക്സ് നാട്ടിൽ വന്നിട്ട് നാടൻ കോഴിക്കളായിട്ട് എറിഞ്ഞു കൊടുത്തപ്പം അവിടെ നിന്ന് കുട്ടികൾ വളർന്നതിൻ്റെ എത്രയോ ഇരട്ടി ഒറ്റ വർഷം കൊണ്ട് അവരുടെ മെൻ്റൽ ഗ്രോത്ത് ഭയങ്കര ഗ്രോത്താണ്. അത് ഒരു A+ ഗ്രോത്ത് അല്ല. ദേ ബിക്കം ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന് വേണ്ട എല്ലാ സ്കില്ലുകളും ഈ നാടൻ സ്കൂളിലേക്ക്, നാട്ടിലേക്ക്, തെരുവിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ 4 കുട്ടികളെയും നാടൻ സ്കൂളിൽ ചേർത്താൻ കാരണം. ഇത് നിങ്ങളുടെ അഭിപ്രായമാവില്ല കേട്ടോ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങളും അവനവന് എന്താണ് വേണ്ടത്, കുട്ടികളിൽ എന്ത് ഔട്ട്കം ആണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം എൻട്രൻസ് കോച്ചിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പഠിപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ ഒരു അടിപൊളി സംവിധാനം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ നാടൻ സ്കൂളിൽ പഠിക്കട്ടെ. അവിടെയുള്ള വേറെ എവിടെയും കിട്ടാത്ത കുറേ അമൂല്യ നിധികൾ നാടൻ സ്കൂളിലുണ്ട്. അത് കുട്ടികൾ അവിടുന്ന് തന്നെ പഠിക്കണം. ലൈഫ് സ്കില്ലുകളാണത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറേ എക്സ്ട്രാ കരിക്കുലർ സ്കില്ലുകളുണ്ട്, അത് അവിടെ കിട്ടൂല. അതിന് നമ്മൾ പുറത്ത് കുട്ടികളെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ചേർത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബെസ്റ്റ് കോംബോ. അതായത് ഇംഗ്ലീഷും ഹോഴ്സ് റൈഡിങ്ങും കരാട്ടയും ലാംഗ്വേജും പബ്ലിക് സ്പീക്കിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പഠിപ്പിക്കുകയും സാമൂഹ്യ ജീവിതവും സോഷ്യൽ സർവീസും ഒരു കോസ്മോപൊളിറ്റൻ എന്താണ് പറയുക സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള കഴിവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാടൻ സ്കൂളിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ, ഇല്ലായ്മയിൽ ജീവിക്കാനുള്ള കഴിവും പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവുമൊക്കെ നാടൻ സ്കൂളിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും. ഞാൻ ഒറ്റ കൺക്ലൂഷൻ പറയാം. നമ്മൾ ഇന്ന് സമൂഹത്തെ ലീഡ് ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് എടുത്തു നോക്കി, അവർക്കൊക്കെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. അവർ നാടൻ APJ അബ്ദുൽ കലാം അടക്കമുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ നാടൻ സ്കൂളിൽ പഠിച്ചു വളർന്നവരിൽ ഒരു വേറെ പ്രത്യേക ടൈപ്പ് സ്കില്ലുണ്ട്. എസ്പെഷ്യലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു സൊസൈറ്റി ആൻഡ് പീപ്പിൾ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെ ഞാൻ ചേർത്താൻ കാരണം. നൗ യുവർ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഔട്ട്കം വെച്ചിട്ടാണ്. നിങ്ങളെ കുട്ടിക്ക് എന്താണ് വേണ്ടത്, ഭാവിയിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചിട്ടാണ്. അപ്പം ഐ ലീവ് ദ ഡിസിഷൻ ടു യു. യുവേഴ്സ്. ദിസ് ഈസ് മൈ ഡിസിഷൻ. താങ്ക് യു.